ചേട്ടാ, കുറെ നാളുകൾക്ക് ശേഷം യുദ്ധവാർത്തകൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം. ഇറാനും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം. എന്താണ് ശരിക്കും അവിടുത്തെ യുദ്ധ സാഹചര്യം? ഇതിപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അടി വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിനു മുമ്പ് ഇറാന് നേരെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ടോ, അതിനെ എപ്പോഴൊക്കെ അമേരിക്ക പിന്തുണച്ചിട്ടുണ്ടോ, അതിനൊക്കെ അവസാനം ഇസ്രായേൽ കരഞ്ഞ് കാല് പിടിച്ച് ഇറാൻ്റെ കാൽച്ചോട്ടിൽ വീഴുന്ന കാഴ്ചയാണ്. അമേരിക്ക വഴി ഒത്തുതീർപ്പിലേക്ക് പോയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇപ്പോൾ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാനിതിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യത്തിന് ചെറിയൊരു അയവുണ്ട്. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇസ്രായേൽ പഴയതുപോലെ വലിയ വെല്ലുവിളികളുമായിട്ട് ഹൂത്തികൾക്ക് നേരെയോ ഹിസ്ബുള്ളയ്ക്ക് നേരെയോ ഹമാസിന് നേരെയോ ഒന്നും വരുന്നില്ല. അതിന് ഇസ്രായേലിൻ്റേതായ കാരണങ്ങളുണ്ട്. അവിടെ ആഭ്യന്തരമായി നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ യുദ്ധ നേട്ടങ്ങൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് ഇസ്രായേൽ കരുതിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബന്ദികളെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. അത് മുഴുവനായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇസ്രായേലിന് പറയാനൊരു കാരണമില്ല. അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ഗസയിലേക്ക് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിൽ പല ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായ സമരങ്ങൾ നടക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന് പഴയതുപോലെ ഗസയിലേക്ക് ആക്രമണം നടത്താൻ കഴിയുന്നില്ല. ഹൂത്തികൾക്ക് നേരെ യമനിലേക്കോ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഈ ലെബനനിലേക്കോ ഒന്നും ആക്രമണം നടത്താനായിട്ടുള്ളൊരു സാഹചര്യം ഇസ്രായേലിന് ലഭിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ബന്ദികളെ മുഴുവൻ കിട്ടി. ഇനി കൂടുതൽ റീസൺസ് ഇല്ല പറയാനെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹമാസിനെ ആക്രമിച്ച് തീർക്കാനാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഏതാണ്ട് 60 മുതൽ 70% വരെ ആക്റ്റീവ് ആണെന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ ടണലുകളിലേക്ക് പോയാൽ ഇസ്രായേൽ സൈന്യം ചിലപ്പോൾ കൊല്ലപ്പെടാൻ, ബോംബിങ്ങിൽ, സൂയിസൈഡ് ബോംബിങ്ങിൽ ഉൾപ്പെടെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണ് സാഹചര്യങ്ങൾ എന്ന് വീക്ഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇസ്രായേൽ പതുങ്ങി നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൽ ഇസ്രായേലിന് മനസ്സിലായ ഒരു ഞെട്ടിക്കുന്ന കാര്യം, ഇവരുടെ ബദ്ധവൈരികളായിട്ടുള്ള ഇറാൻ അളവില്ലാത്തത്രയും, അതായത് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്നതിനുമൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് ഇറാൻ ആയുധശേഖരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കുറേ കാലങ്ങളായി ഇറാൻ നിശബ്ദമായിരിക്കുകയാണ്, പ്രത്യക്ഷത്തിൽ കളത്തിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്തൊന്നും ഇറാൻ്റെ സാന്നിധ്യമില്ല. ഇറാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നതല്ലാതെ തീവ്രമായ ഇടപെടലും നടത്തുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇറാൻ അവസാനിച്ചോ, ഇറാൻ്റെ യുദ്ധം ഇല്ലാതായോ, ഇറാന് വലിയ തിരിച്ചടി കിട്ടിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ അന്ന് നിശബ്ദമായിരുന്നു ഇറാൻ. ഇപ്പോഴും ഇറാൻ നിശബ്ദമാണ്. പക്ഷെ ആ നിശബ്ദതയുടെ കാരണം തേടിപ്പോയ ഇസ്രായേലിന് ഞെട്ടേണ്ടി വന്നു. കാരണം അത്രയധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ സ്വതന്ത്രമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫൈനലി ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നു. നേരത്തെ ഈ യുദ്ധവാർത്തകൾ അധികം വരാത്തതിൻ്റെ മറ്റൊരു കാരണം, ഗസയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരില്ല. ഏതാണ്ട് 200-ലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പത്രക്കാരെയും ചാനലുകാരെയും മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അൽ ജസീറയുടെ ഓഫീസുകളൊക്കെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഗസയിൽ നിന്ന് എപ്പോഴും വാർത്തകൾ പമ്പ് ചെയ്തിരുന്നൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അൽ ജസീറയാണ്. അപ്പോൾ അൽ ജസീറയുടെ സ്റ്റുഡിയോയ്ക്ക് അടക്കം അവിടുത്തെ നെറ്റ്വർക്കിനൊക്കെ വലിയ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാർത്തകൾ കൃത്യമായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഇറാൻ വ്യാപകമായിട്ട് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്ന, അത് ഹ്രസ്വദൂര, ദീർഘദൂര, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് സ്വഭാവത്തിലുള്ള പല വൈവിധ്യങ്ങളിലുള്ള ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനികമായ മിസൈലുകളുടെ പണിപ്പുരയിലാണിപ്പോൾ ഇറാനുള്ളത്. ഇത് ഞാൻ പറയുന്നതോ ഇറാനിലെ ചാനലുകൾ പറയുന്നതോ ഇറാൻ്റെ ഭരണാധികാരികൾ പറയുന്നതോ അല്ല, ഇസ്രായേൽ കണ്ടെത്തിയതാണ്. ഇത് അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് എത്രയും വേഗം ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് നെതന്യാഹു. പക്ഷേ ചേട്ടാ, ഇറാനെ തൊട്ട് കളിച്ചാൽ സൂക്ഷിക്കണമെന്ന് പണ്ടേ പറയാറില്ലേ? അല്ല, അതിലേക്കാണ് വരുന്നത്. അതായത് ഇറാനെ തൊട്ട് കളിച്ചാൽ സൂക്ഷിക്കണമെന്ന് പറയുന്നതല്ലോ യാഥാർത്ഥ്യമല്ലേ. ഇപ്പൊ പലരും, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷം പിടിക്കുന്നവരുണ്ട്, ഇറാന്റെ പക്ഷം പിടിക്കുന്നവരുണ്ട്. നമ്മളെപ്പോഴും യാഥാർത്ഥ്യത്തിന്റെ പക്ഷത്താണ്. സത്യം എന്താണ്
അതായത് പലരും പറയും ഇവരുടെ ഭാഗത്താണ് സത്യം, കുറേ പേര് പറയും അവരുടെ ഭാഗത്താണ് സത്യം. നമ്മളെന്താ പറയുക, നമ്മൾ യാഥാർത്ഥ്യം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് ഒരു പവർ കൂടുതലുണ്ട്. അതായത് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ കൊണ്ടുവന്ന് ഇറാനിലിട്ടിട്ട് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇറാൻ്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നു. ശരിക്കും ഇറാൻ്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ തകരുകയാണെങ്കിൽ ഇറാനിൽ വലിയ ആണവ വിസ്ഫോടനം ഉണ്ടാകും, യുറേനിയം ചോരും, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പോലും പറഞ്ഞു ഇറാനിൽ അങ്ങനെ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കലാണ് നടത്തിയത് ശരിക്കും. അതായത് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പുറമേയുള്ള ചില പാറകളും കുന്നുകളും ഒക്കെ തകർത്തു. ഇറാൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഇറാനിൽ ഒരുപാട് പർവ്വത നിരകളുണ്ട്. അപ്പോൾ ഈ പർവ്വത നിരകളുടെ ഇടയിലോ അടിയിലോ രണ്ട് പർവ്വതങ്ങളുടെ അകത്തോ ഒക്കെ ആയിരിക്കും ഇവരുടെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ടാകുക. അപ്പോൾ ഈ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്നിട്ട് ഇതിൻ്റെ ഉപരിതലത്തെ കുറേ ഭാഗങ്ങൾ തകർത്തിട്ടുണ്ടാവുക. അതാണ് പാറ പൊട്ടിക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ പാറ പൊട്ടിച്ചിട്ട് അവർ പോയി, അല്ലാതെ അതിനപ്പുറം അവരുടെ ആന്തരികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയും ബാധിച്ചിട്ടില്ല. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. അപ്പോൾ അമേരിക്ക അന്ന് അത്രയും ഞങ്ങളിതൊക്കെ ചെയ്തു, ഇറാനെ തകർത്തു എന്ന് മേനി നടിച്ചിട്ട് പോയി. ഇസ്രായേലും അത് അംഗീകരിച്ചു, ഇറാൻ തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം നിശബ്ദമായിരുന്നിട്ട് ഇറാൻ പണിയൊപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു വശത്ത് ആണവോർജ്ജം പുനഃസ്ഥാപിക്കുന്നുണ്ട്, ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. റഷ്യയുമായി ഈ അടുത്ത് ഒരു വലിയ കരാറിൽ ഒപ്പിട്ടിരുന്നു. 8ഓളം പുതിയ ന്യൂക്ലിയർ പ്രൊജക്റ്റുകൾ വരാൻ പോവുകയാണ്. അങ്ങനെ ഇറാൻ അവരുടെ പണി വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അവർ എന്തും ചെയ്യാനുള്ള പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അടുത്താണ് ഇസ്രായേലിന് മനസ്സിലായത്. അപ്പോൾ ഇസ്രായേൽ ഇത് കേട്ടപാടെ നേരെ നെതന്യാഹു ട്രംപിനോട് പറയുകയാണ്, അച്ചമ്പി എത്രയും പെട്ടെന്ന് ഇരിക്കണം, ഇല്ലെങ്കിൽ അടപടലം പൊളിയും. അവർ ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ തന്നെ പറയുന്നത് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്നത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതികൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇറാനെ ആക്രമിക്കാനായിട്ട് ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ അത് തീരുമാനിച്ചു, അമേരിക്ക ഒന്ന് കൈ കൊടുത്താൽ ദാ പരിപാടി തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അമേരിക്ക നോ എന്ന് പറയാറില്ല. ഇപ്പോൾ പരസ്യമായി നോ എന്ന് പറഞ്ഞാലും രഹസ്യമായി അത് നീ ചെയ്തോ എന്ന് പറയും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി കൺട്രിയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഇതുപോലെയുള്ള ആജ്ഞാനുവർത്തികളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ പറയുന്നത് എന്തോ അംഗീകരിക്കാതെ വേറെ വഴിയൊന്നുമില്ല അമേരിക്കയ്ക്ക്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ എന്ത് ലോകത്തോട് പറഞ്ഞാലും, അതായത് ഇങ്ങനെ യുദ്ധമില്ല, ഞങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും യുദ്ധം നടക്കും. ആ യുദ്ധം നടന്നിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉണ്ടാക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിന് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഒരു ആണവോർജ്ജം കൂടെ ഇറാന് കിട്ടുകയാണെങ്കിൽ. റഷ്യയുടെ സഹായം എല്ലാത്തിനും ഇറാനുണ്ട്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ ഇറാന് ആണവായുധങ്ങൾ കൂടി കിട്ടുകയാണെങ്കിൽ കളി മാറി. വലിയ പ്രത്യാഘാതം ഇസ്രായേലിനുണ്ടാവും. ആ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് വെറുതെ പറയുന്നതല്ല. ഒരു 13 ദിവസമാണ് ഇസ്രായേൽ തുള്ളിക്കൊണ്ട് നിന്നത്. അതായത് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലിൻ്റെ സകല സുരക്ഷാ സന്നാഹങ്ങളും തകർന്നു. ആരോ താഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട് ഇസ്രായേലിന്. അമേരിക്ക കൂടി സംഭാവന ചെയ്തിട്ടുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സന്നാഹങ്ങളാണ്. അതുപോലെ ഇസ്രായേലിൻ്റെ തന്നെ തദ്ദേശീയമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അയൺ ഡോം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്ത് വിചാരിക്കുന്നിടത്തോളം ദൂരെ മിസൈലുകൾ കറക്റ്റായിട്ട് ട്രിഗർ ചെയ്യാൻ ഇറാന് സാധിക്കും. അതാ കഴിഞ്ഞ ആ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 13 ദിവസം നിർത്താതെ അടിയായിരുന്നു ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകരുന്നു. ഇസ്രായേലിൽ നിന്ന് ഒരു വശത്തു നിന്ന് കൂട്ടപ്പലായനം ഉണ്ടാകുന്നു. തലസ്ഥാന നഗരിയിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ഒരിക്കലും ഈ ജന്മത്തുണ്ടാകില്ല എന്ന് വിചാരിച്ച ആക്രമണങ്ങൾ പുഷ്പം പോലെ നടത്തിയവരാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സൈനിക ശക്തിയും തീരെ മോശമൊന്നുമല്ല. ഇസ്രായേലിനേക്കാൾ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. ഇപ്പോൾ പലരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് പറയും ഇറാനിലുള്ളത് സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണെന്നൊക്കെ പറയും. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. റഷ്യ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ആയുധ നിർമ്മാതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ കിടക്കുകയാണ്. അതുപോലെ തന്നെ ചൈന പിന്തുണയ്ക്കുന്നുണ്ട്, സാമ്പത്തികമായോ ഈ പറയുന്ന ആയുധപരമായൊക്കെ പിന്തുണയ്ക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള പല പിന്തുണകളും ഇറാന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല.
അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ സ്വയം മരണം ഏറ്റുവാങ്ങുന്നു, വെല്ലുവിളിയിലേക്ക്, അതായത് വെല്ലുവിളിച്ച് പണി മേടിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. എൻ്റെ ഇപ്പോഴത്തെ റീഡിങ് അങ്ങനെയാണ്. ഒരു പക്ഷേ ഇറാനെ ഭയപ്പെടുത്തിയിട്ട് ഒരു ആക്രമണത്തെ തടയുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഈ വാർത്തകൾക്ക് പിന്നിൽ. അതായത് അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഇറാന് നേരെ വരുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ എന്ന് ഇപ്പം ആക്രമിക്കേണ്ടെന്ന് വിചാരിച്ച് പിന്മാറുമെന്നോ, അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറി ഏതെങ്കിലും മധ്യസ്ഥ ചർച്ചകൾക്ക് വരുമെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ലക്ഷ്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഇറാനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ശേഷമാണെങ്കിൽ പിന്നെ ഇറാൻ നിൽക്കില്ല, ഒറ്റയ്ക്ക് തിരിച്ചടിക്കും. അതിന് ചരിത്രമുണ്ട്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനാരും നോക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ ലക്ഷ്യമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇസ്രായേൽ തീരുമാനിക്കുന്നു ഇറാൻ ആക്രമിക്കാൻ. അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ച നടത്താൻ പോകുന്നു. ഇതിനു മുമ്പ് അമേരിക്കയുമായി ചർച്ച നടത്തി ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇറാന് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ആക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ള ഇസ്രായേലാണ്. അവസാനം പേടിച്ച് കുറച്ച് അമേരിക്കയുടെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും അച്ചമ്പി എന്ന് പറയുന്നു. ട്രംപ് അവതരിക്കുന്നു, വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നോട്ട് പോയ ചരിത്രമാണ് ഇസ്രായേലിന് എപ്പോഴുള്ളത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഭീരുത്വമാണ് പലയിടങ്ങളിലും. ഗസ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, ഹമാസ് കീഴടക്കാനും കഴിഞ്ഞില്ല. ഗസ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 80% കീഴടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്രായേലിന് നേട്ടങ്ങളൊന്നുമില്ല. അവിടെ ഇസ്രായേലിന്റെ രാജ്യം സ്ഥാപിക്കാനൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഈ ബന്ദികളെ തിരിച്ച് ഇസ്രായേലിന് കിട്ടിയത് ഇസ്രായേലിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. ഹമാസിന്റെ കാല് പിടിച്ചൊരു എഗ്രിമെന്റ് ഒപ്പുവെച്ച് അങ്ങനെ കൊണ്ടുപോയതാ. അല്ലാതെ യുദ്ധം ചെയ്ത് ഈ 2 വർഷക്കാലത്തെ യുദ്ധം കൊണ്ടൊക്കെ രണ്ട് ബന്ദികളെയും കണ്ടാണ് ആകെ യുദ്ധം ചെയ്ത് പിടിച്ചത്. ബാക്കി മുഴുവനും ഇതുപോലെ വെടിനിർത്തൽ കരാറുണ്ടാക്കിയ ശേഷം വിട്ടുകൊടുക്കുന്നതായിരുന്നു. അപ്പം അവിടെ ഒന്നും ഇസ്രായേൽ ഒരു ഹീറോ ആണ്, ഭയങ്കര സംഭവമാണ് നമുക്ക് തള്ളി മറിക്കാം. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കട്ടെ, അവിടുത്തെ ജനങ്ങൾ നിലനിൽക്കട്ടെ, അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു രാജ്യവും പരസ്പരം യുദ്ധം ചെയ്തെന്ന് കരുതുന്ന ആളെ ഞാൻ. പക്ഷെ ഇവിടേക്ക് എന്താണ് ഇസ്രായേൽ കാണിക്കുന്നത്? വെറുതെ തള്ളുകയാണ്, ഞങ്ങൾ വലിയ സംഭവമാണ്, അതാണ് ഇതാണ്. ഇത്ര വലിയ സംഭവം എന്ന് പറയുന്ന ഒരു രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തിയുടെ പിന്തുണയുണ്ടായിട്ടും ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് 50,000 പേരെ പറ്റേ ഉള്ളൂ. ഗസ എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്ത് കിടക്കുന്നവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ മൊസാദ് എന്ന് പറയുന്ന വലിയ ഏജൻസി ഒക്കെ ഉണ്ട് അവർക്ക്. എന്നിട്ടും എന്താ പറയുക, പരിപൂർണമായിട്ട് ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതുപോലെ ഹൂത്തികൾ ഇപ്പോഴും അവരുണ്ട്, നെറ്റ്വർക്കുണ്ട്. ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ബന്ദികൾ 100-200 ബന്ദികളെ കൊണ്ടുവന്നതാണ് ഇസ്രായേലിൻ്റെ. അപ്പം അന്ന് നെതന്യാഹു പറഞ്ഞത് ഞങ്ങളിപ്പോൾ പിടിക്കും, ഇവരെ ഞങ്ങൾ ജീവനോട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ബന്ദിയെ പോലും അവരുടെ ഹമാസിൻ്റെ ഔദാര്യമില്ലാതെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതും ഹമാസിന് ഒരു വശത്ത് തള്ളി പറയുന്നു, ഇപ്പുറത്ത് ഹമാസുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു. അങ്ങനത്തെ പണി കാണിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ അവരുടെ വിക്ടറി എന്ന് പറയുന്ന യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വിക്ടറി എന്നുള്ളതല്ല, അവർക്ക് ഈ നെതന്യാഹു എന്ന് പറയുന്ന പ്രസിഡന്റിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുക തന്നെ വേണം. ഇതിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വേണമെന്നോട് ആവശ്യം വരുന്നു. ഈ പറയുന്ന സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിനെതിരായ അഴിമതി കേസിൽ വിചാരണ നടക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് യുദ്ധം വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി തന്നെ ആകാനുള്ള സാധ്യതയാണ് നിലവിലെ ഒരു വിലയിരുത്തൽ വെച്ച് എനിക്ക് പറയാൻ കഴിയും.